ശ്രീരാമനാമം ജപസാരസാഗരം. നിന്നരുളുന്ന നേര വീരേഴു ലോകങ്ങളോ ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയോ അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശേഷമം ചെയ്താണല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രമം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തിതേടം ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലകൻ ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവ വീരൻ വാഴ്ന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോരു ജനകനും വന്ദിച്ചു ചൊന്നാണിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥരു ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടെ നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി ബുക്കോ ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതം. സന്ദേശം കണ്ടു വന്ദിസ്യന്തനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടൂ എന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതേതാനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടോ ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം ബുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും വന്യതീരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിരു യഥായോഗ്യമൂർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാഗ്രഹം തൊഴുതു. മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു. ശ്രീരാമപാദാംബോജമനുജന്മാർ തൊഴുതു. ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു. ശത്രുഘ്നും ലക്ഷ്മണപാദാംബോജം വക്ഷസി ചേർത്തുദാതൻ രാമനെ പുണർന്നിട്ടു. ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഇതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും സദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 പേർക്കും യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി. നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യാ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ഭേരിരുന്തുമേ മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനോ നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടരുൾപ്പുളകാംബത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം സുതകീർത്തിയും മാണ്ഡവിയും
ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിത പൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധമായുള്ളൂതപ്പോളെ തഥാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായോരോ ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതു മൂലം. പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തെങ്കാലത്ര നാരകന്യഴുന്നള്ളി ഞാനൊരു ദിനം. എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾവി. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ഠ നിഗ്രഹത്തിനായ ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വിയെ വന്നവരരിച്ചിലോ രാമനായ മായാമർത്യവേഷം കൊണ്ടറിഞ്ഞാലും. യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതോ തവാവേഷ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനോ കൊടുക്കാമടിയാതെ. യുദ്ധം നാരദനരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിരു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോഴൊന്നു മാനസേ തോന്നി പന്നക വിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന കുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ദിലീനെന്നു വൃദ്ധിപാലകന്മാരും. ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാറല്ലോ. അത്ഭുത പുരുഷനാം ഉത്പല നേത്രൻ തന്നെ തൊൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാടോ തെളിഞ്ഞുര ചെയ്തിതു ജനകനും. അദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം ഖദ്യോദായുധ സഹസ്രോദ്യുത രൂപത്തോടും ഖദ്യോദാന്വയെ പിറന്നോര് നിന്തിരൂപടി. വിദ്യുത് സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സലാമമാ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജരണാഗ്രേ സന്തതം മമാ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജകളീതാംബുബിന്ദുക്കൾ ധരിച്ചുൽഫലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജകളീതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജകളീതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വൽപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യയും കിൽപിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൾ. നിത്യരൂപടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധമോ മകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ. ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. യുദ്ധമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനഗനം ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികളറുനൂറും 10,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. 10,100,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനം. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിരു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം കൊണ്ടു ദശരഥനം പുറപ്പെട്ടു. കന്മഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകഭേരി ദൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ വേണം വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടക്കുകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതീരകാലാണായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും
വേഗമോടയോധ്യയ്ക്കമ്മാറങ്ങോടിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴോമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കിടന്ന നേരം കണ്ടോ ദുർനിമിത്തങ്ങളെല്ലാം. ഗർഭശമൻ അന്നേരം വസിഷ്ഠരെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവ കുറഞ്ഞൊരു ഭീതിയും ഉണ്ടാമിപ്പോൾ പിന്നീട് അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ, ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധീസുതനരുളി ചെയ്ത നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രുദ്ധനായ പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. പരശുരാമൻ വന്നു നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. കാരണം കുറേ കാലമായി ക്ഷത്രിയന്മാരെ വധിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഈ പരശുരാമൻ. ദുഷ്ട ക്ഷത്രിയന്മാരെ വധിക്കാനായിരുന്നു ഭഗവാന്റെ തന്നെ അവതാരമാണ് പരശുരാമൻ. പരശുരാമൻ വന്നു കഴിഞ്ഞപ്പോൾ ദശരഥ മഹാരാജും മറ്റെല്ലാവരും തന്നെ ഭയപ്പെട്ടു. എന്താണാവോ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. ആർത്തനായി പങ്കിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. ദശരഥ മഹാരാജാവ പരശുരാമനെ കീർത്തിക്കാണ്. കാർത്തവീര്യൻ്റെ ശത്രുവാണ്. കാർത്തവീര്യനെ വധിച്ചാണ് പരശുരാമൻ. കാർത്തവീര്യാരേ പരിത്രാഹി മാം തവോ നിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാം ബുധേ ക്ഷത്രിയാന്തകാ പരിത്രാഹി മാം ജമദഗ്നിപുത്രാ മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ പരശുബാണേ പരിപാലയാ കുലം മമ പരമേശ്വരപ്രിയാ പരിപാലയാ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണതർപ്പണം ചെയ്ത് നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപദേ കാൽ തളീരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരീയാതെ ബദ്ധരോഷേട വന്നിജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാന്നാർക്കമണ്ഡലം പോലെ ദിവ്യാ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമാനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനിന്നാകിലോ നിന്ന ലക്ഷണ നിന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിലക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവജാപം ഖണ്ഡിച്ചത് എൻ്റെ കയ്യിലുണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്തരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ അല്ലായ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെന്നിൽ എനിക്കെന്തതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്ന് ധരിഞ്ഞില്ലേ ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേയുണ്ടെന്നോർക്ക് നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ചോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയോ ഒന്നു കലങ്ങി മറിഞ്ഞിടൂ. എന്തൊന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്കിസ്യന്തനൻ ഭീതി കൊണ്ടു വേഗതോ കൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചനേയനും. എല്ലാവർക്കും ഭയമായി തുടങ്ങി. എല്ലാവരും എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് വെച്ച് സന്താപത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെ അന്ന് രേണുകയുടെ പുത്രനായ പരശുരാമനോട് പറയും. ജമദഗ്നി പുത്രനായ പരശുരാമനോട് പറയാണ് സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലിടും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയമവർക്കെന്തോന്നുള്ളതു തപോനിധേ സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു. നിങ്കിരുവടിതിരോ ഉള്ളത്തിലേറുന്നതീനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും.
ക്ഷത്രിയ കുലത്തിങ്കൽ ഉദ്ഭവിക്കുകയും ചെയ്തേൻ. ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം. അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ടാം. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാവതി രാമൻ ഗന്ധർപ്പകലേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവം പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. ആ വൈഷ്ണവ ചാപം പരശുരാമൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ശ്രീരാമൻ വലിയ തേജസ്സോടുകൂടി ജ്വലിച്ചു നിന്നു. കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവ രാമ. ലക്ഷ്യം കാട്ടി തന്നിട വേണം. ഭാർഗവരാമ, എൻ്റെ ഈ ശരം വെറുതെ ആവില്ല, ലക്ഷ്യം കാണിച്ചു തരണമെന്ന് ശ്രീരാമൻ പറഞ്ഞപ്പോൾ പരശുരാമന് മനസ്സിലായി ഇത് പേർക്ക് എടുത്ത് ഒന്നിക്കാൻ പോലെ ആർക്കും സാധിക്കാത്ത വില്ലാണ് ആ ശ്രീരാമൻ്റെ കയ്യിൽ. അത് കണ്ടിട്ട് അങ്ങേറ്റത്തെ തേജസ്സോട് ജ്വലിക്കുന്ന ആ ശ്രീരാമനെ കണ്ടപ്പോൾ തന്നെ പരശുരാമന് മനസ്സിലായത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി സ്തുതിക്കുകയാണ്. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനുമാരുടാനന്ദമതീനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ. ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാവിരാമാനന്ദാത്മക വിഷ്ണു. ശ്രീരാമ രാമ രമ രമണ രഘുപതേ. ശ്രീരാമ രാമ പുരുഷോത്തമാദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥനന്ദന ഹൃഷീകേശ. ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാനിധേ. ആ പരശുരാമൻ തൻ്റെ കഥ പറയുകയാണ്. ചക്രതീർത്ഥത്തിങ്കജെന്നെത്രയും ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമം തപസ്സു കൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനൂദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ. ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായ രൂഢിച്ചെയ്തിനാൻ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ. സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗോപദേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലനും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. വല്ലജാതിയും അവൻ മൽക്കലാംശജനല്ലോ. ഏത് തരത്തിലായാലും ആ ഹൈഹയനെ അവിടുത്തെ പിതാവിൻ്റെ കൊന്ന ആളാണ്. ഹന്താവായ ആ കാർത്തവീര്യാർജുനനെ ഏത് വഴിക്കും വല്ലജാതിയും വധിക്കണം എന്ന് പറയാണ്. അവൻ മൽക്കലാംശജൻ. ആ കാർത്തവീര്യാർജുനൻ ആ ഭഗവാന്റെ അംശം തന്നെയാണ് കേട്ടോ. അദ്ദേഹം തപസ് ചെയ്ത് വരം വാങ്ങിയിട്ടുണ്ട് ശ്രീരാം ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരിക്കണം. അതുകൊണ്ടാണ് ആ പരശുരാമൻ്റെ കൈകൊണ്ട് ആ കാർത്തവീര്യ അർജുനൻ മരിച്ചത്. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലിടും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. വല്ലജാതിയും അവൻ മൽക്കലാംശജനല്ലോ. വല്ലഭം ധനുർവേദത്തിനവൻ നേരുമല്ലോ. ക്ഷത്രിയ വംശവിരുപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു. കശ്യപനു ദാനം ചെയ്യുക പൃഥ്വിമണ്ഡലമൊക്കെ. പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാവസിച്ചാലും. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പണ്ട് വരം കൊടുത്തതാണ് ആ ഭാർഗവന്. അതാണ് കാർത്തവീര്യാർജുനനെ വധിക്കണം ഏത് വിധത്തിലും. അതിന് ഭൂമി മുഴുവനും പിന്നെ കശ്യപന് ദാനം ചെയ്തുകൊണ്ട് ഉത്തമമായ ശാന്തിയെ പ്രാപിക്കാം. ഇത്രയും കാലം ആ ശത്രുക്കളെ വധിച്ച് 21 തുടം ആ ക്ഷത്രിയന്മാരെ ദുഷ്ടക്ഷത്രിയന്മാരെല്ലാം വധിച്ചുകൊണ്ട് നടക്കമായിരുന്നു ആ പരശുരാമൻ. അങ്ങനെയാണ് ഇപ്പോൾ ശ്രീരാമൻ്റെ അടുത്തും എത്തിച്ചേർന്നത്. ആ കഥയെല്ലാം പറയുകയാണ് രാമനോട്. ആ വിഷ്ണു പണ്ട് പറഞ്ഞ കഥകളെല്ലാം. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നുടെ തേജസ് അന്യൂന്യം.
ദാശരഥി തന്നിലാക്കി മൃഗാനെ. പിന്നെയും തപസ്സു ചെയ്ത ആബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞേടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. തന്തിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തിസ്യന്തന സുതനല്ലോ നീ ജഗൽപതേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിരു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരു ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്കണേ. സാക്ഷാ ശ്രീനാരായണൻ താനല്ലോ ഭഗവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിരു മമ ജന്മം. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാവരെ പൂർണ്ണനായിരിപ്പോരോ നിർമ്മാണപ്രദനല്ലോ നിന്തിരൂപടി കാത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിനാ ഭക്തിയോടും തൊൽസേവാരതന്മാരാം മാനുഷ്യർ മെല്ലെ മെല്ലെ തൊന്മായാരചിതമാം സംസാരവാരാവാരം തന്മറൂപരയേറിയിരുന്നിതു കാലം കൊണ്ടേ. ത്വജ്ഞാനപരന്മാരാം മാനുഷ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും. സദ്ഗുരുവരങ്ങൾ നിന്നൻപോട് വാക്യജ്ഞാനം ഉൾക്കാമ്പേലുദിച്ചിടും. ത്വൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്ക നിന്നാശു വേർപ്പെട്ടു ഭവച്ചിന്മയ പദത്തിങ്കനായ ആഹങ്കാലയിച്ചിടും. ത്വൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും. അജ്ഞാനം നീക്കി ത്വൽബോധം മമാ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സതാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൾ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ കാണത്തെന്നു ലക്ഷ്യമായി ഭവിക്കണം. ആ പരശുരാമൻ ശ്രീരാമനെ സ്തുതിച്ചു. അതിനുശേഷം പറയാൻ ലക്ഷ്യം ചോദിച്ചല്ലോ ബാണത്തിന്. ഞാൻ സ്വർഗം നേടാൻ വേണ്ടി ആർജിച്ച പുണ്യങ്ങളെല്ലാം എൻ്റെ ബാണത്തിൻ്റെ ലക്ഷ്യമായി ഭവിക്കട്ടെ. ഞാൻ സമ്പാദിച്ച പുണ്യങ്ങളെല്ലാം നശിച്ചുപോയിക്കോട്ടെ എന്ന് പറയാണ്. ആ സ്വർഗമൊന്നും എനിക്കിന് വേണ്ട. അതിനേക്കാൾ വലിയ സ്വർഗമാണ് തനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ വലിയ സമ്പത്ത് നമുക്ക് ഇപ്പം തന്നെ പുണ്യം ലഭിച്ചു കഴിഞ്ഞു. എനിക്കിനി എൻ്റെ സഞ്ചയിച്ച പുണ്യങ്ങളെല്ലാം എൻ്റെ ബാണത്തിന് ലക്ഷ്യമായി തീരട്ടെ എന്ന് പരശുരാമൻ ശ്രീരാമനോട് പറഞ്ഞു. എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ജയലോഭാംഗവനോട് ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തൊന്നു ചിന്തിച്ചതെന്നാലവയെല്ലാം തന്നേൻ. ആ സന്തോഷമായി അവിടുന്ന് ചിന്തിച്ചതുപോലെ എന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, തന്നിരിക്കുന്നുവെന്ന് വരവും കൊടുത്തു. ഭീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരും ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ഛേദസീ സദാകാലം ഭക്തി സംഭവിക്കണം. മാധവാരഭൂപതേ രാമാകാരുണ്യാംബുദേ. സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന അപമാൻ ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തെ സംഭവിപ്പതീനായി അനുഗ്രഹിക്കണം എന്നുള്ള വരം കൂടി ആ പരശുരാമൻ ശ്രീരാമനോട് വാങ്ങി. അവിടുത്തെ ഈ കഥ ജപിക്കുന്ന ഈ സ്തോത്രം ചൊല്ലുന്നവരുടെയെങ്കിലും അവർക്കൊക്കെ തത്വജ്ഞാനം ഉണ്ടാകണം, ഭക്തി വളരണം. മൃത്യു വന്നെടുക്കുമ്പോൾ ഭഗവാന്റെ പാദത്തിൽ ഗതി അടയാനും സാധിക്കണം.
അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി കൊണ്ടൂരേടുക തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൊക്കേടിനാൻ. അങ്ങനെ തന്നെ പരശുരാമൻ ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും പരശുരാമൻ മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപഭൂമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്ത ആനന്ദാശുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിയുമായ മാനുഷ വേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാനൂദിനം. കേകയാനരാധിപനാകിയ യുധാജിത്തം കൈകേയിതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനാമേ വീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോടു നടന്നിടിനാരവർഗനും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം. യുധാജിത്ത് പറഞ്ഞയച്ച് ഭരത ശത്രുഘ്നന്മാരെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൂതനെ അയച്ചു. അവരുടെ ദൂതൻ്റെ കൂടെ അവരെ പറഞ്ഞയച്ചു ദശരഥ മഹാരാജാവ്. അവർ അമ്മയുടെ വീട്ടിൽ കേകയരാജ്യത്തിൽ പോയിട്ട് അമ്മാവൻ്റെ അടുത്ത് ചെന്ന് സുഖമായി കഴിഞ്ഞു കുറച്ച് കാണും. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി ഞാനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജമാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസനമരാലയെ വാഴും പോലെ. എങ്ങനെയാണോ ദേവേന്ദ്രൻ ആ സ്വർഗത്തിൽ വാഴുന്നത് അതേപോലെ തന്നെ ആ ദശരഥ മഹാരാജാവ് ആ അയോധ്യയിൽ വാഴുന്ന പറയുന്നത്. രാമലക്ഷ്മണന്മാരും അവരവരുടെ പത്നിമാരോടും കൂടി ദശരഥ മഹാരാജാവ് പുത്രന്മാരും അവരുടെ പത്നിമാരോടും ചേർന്ന് ദശരഥ മഹാരാജാവ് എങ്ങനെയാണോ ദേവേന്ദ്രൻ ഒരാപുരിയിൽ വാഴുന്നത് അത്ര പ്രാഭവത്തോടുകൂടി ആ അയോധ്യ വാഴും. നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി കൊണ്ടു തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ. ഭഗവാനും നിർവികാരാത്മാവായ ആ പരമാത്മാമൂർത്തി പരമാനന്ദമൂർത്തി അദ്ദേഹം ഭൂമിയിൽ മനുഷ്യരായി അവതരിച്ചുമ്പോൾ അതുപോലെ തന്നെ എല്ലാം അനുവർത്തിച്ചു. വേണ്ട പോലെ ആ മനുഷ്യാകൃതി കൊണ്ട് ജനിച്ചു കഴിഞ്ഞത് ആ മായാദേവിയായ സീതയോടുകൂടി അയോധ്യയിൽ സന്തോഷത്തോടെ വാണം. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം മധുസൂദന മംഗളം പുണ്ടരീകാക്ഷ മംഗളം ഗർഭധ്വജ മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാത്രേ ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം. ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ ഹരി ഓം തത്സത്.